റഹ്മത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വിവരം നമ്മളൊക്കെ അറിഞ്ഞു. പല സ്ഥലങ്ങളിലും സാധാരണയായി വീടുകളിൽ വെച്ച് പ്രസവിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് തകരാറുകളൊന്നും ഉണ്ടാകാറില്ല. ഒരുപാട് പ്രസവങ്ങൾ വീട്ടിൽ തന്നെ അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹോം നഴ്സുമാരെ വെച്ചുകൊണ്ട് പ്രസവം എടുക്കാറുണ്ട്. ഈ ഉസ്താദിൻ്റെ തന്നെ ആദ്യത്തെ 4 പ്രസവം, 3 പ്രസവമാണോ 4 പ്രസവമാണെന്ന് അറിയില്ല, ഏതായാലും പ്രസവങ്ങളൊക്കെ ആദ്യത്തെ ഉണ്ടായ കുട്ടികളൊക്കെ ഇതുപോലെ വീട്ടിൽ പ്രസവിക്കുക തന്നെയായിരുന്നു. യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, കുട്ടിക്കും ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ഉമ്മാക്കും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ വീടുകളിൽ വെച്ചുള്ള പ്രസവങ്ങൾ പല വീടുകളിലും നടക്കാറുണ്ട്, യാതൊരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ പ്രസവിച്ചു. ആ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ന്യൂസ്. അപ്പോൾ അതും വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രസവം നടന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രസവങ്ങളൊന്നും മാധ്യമങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യാറില്ല. കാരണം പ്രത്യേകിച്ച് അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാറില്ല. പല വീടുകളിലും ഇപ്പോഴും വീടുകളിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസവവും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായി നടക്കുന്ന പല വീടുകളുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അപ്പോൾ ഹോസ്പിറ്റലുകളിൽ പ്രസവിക്കുമ്പോൾ അതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. വീടുകളിൽ വെച്ച് പ്രസവം നടക്കുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആകും, പല പ്രശ്നങ്ങളുണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിൽ മാധ്യമങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റലുകളിൽ വെച്ച് നടക്കുന്ന പ്രസവങ്ങളിലും മരണം സംഭവിക്കാറുണ്ട്. എത്രയോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊന്ന് കയറിയിട്ട് ഈ ഡെലിവറി ഡെത്ത് കേരള എന്നൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഈ കേസ് തന്നെ, ഈ ഉസ്താദിൻ്റെ ഭാര്യയുടെ മരണ സംബന്ധമായ റിപ്പോർട്ട് വിട്ട ഇതേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് ന്യൂസുകളുണ്ട്. ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കുട്ടി മരണപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉമ്മ മരണപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 2 പേരും മരണപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആലപ്പുഴ ജില്ലയാണ് തോന്നുന്നു, 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾ മരണപ്പെട്ടു. ആരാണെങ്കിലും ജീവനാണല്ലോ, 2 ഇരട്ട കുട്ടികൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയാൽ അതിൽ പ്രശ്നങ്ങളുണ്ടാകും. ഏതുപോലെ ഹോസ്പിറ്റലുകളിൽ വെച്ച് നടക്കുന്നതിലും ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലുകളിൽ സംഭവിക്കുന്ന ഇത്തരം മരണങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരം മരണങ്ങളുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വെച്ച് ഇതുപോലെ പ്രസവ സംബന്ധമായി നടക്കുന്ന മരണങ്ങൾ, അത് കുട്ടിയുടെ മരണമായാലും ഉമ്മാൻ്റെ മരണങ്ങളായാലും, ഇത്തരം മരണങ്ങളുടെ റിപ്പോർട്ട്, ജനനത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വിടുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് മരണ റിപ്പോർട്ട് പുറത്തു വിട്ടുവിടാം? ഇഷ്ടം പോലെ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മരണസംബന്ധമായിട്ട് ഒരുപാട്, പ്രസവ സംബന്ധമായിട്ട് ഒരുപാട് കേസുകൾ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, വീട്ടിലായാൽ പ്രശ്നമാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ നിന്നും വളരെ സേഫായിട്ട് പ്രസവം മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകളിലും പ്രസവവും കാര്യങ്ങളും വളരെ സേഫായിട്ട് അത് നടക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഹോസ്പിറ്റലുകളിൽ വെച്ചുകൊണ്ട് പ്രസവങ്ങൾ ഇതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ ഒരുപാട് സ്കാനിങ് എടുക്കുന്നുണ്ട്. 1000കണക്കിന് രൂപയുടെ സ്കാനിങ് 2 3 എടുക്കുന്നുണ്ട്. 4-ാം മാസം, 6-ാം മാസം, 5-ാം മാസം, 9-ാം മാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കാനിങ് എടുപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ടെസ്റ്റുകളും ഇവർ നടത്തുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും തൈറോയിഡ് മറ്റ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഇവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനും പുറമെ ഒരുപാട് മാരകമായ മരുന്നുകളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗർഭിണികളെ കൊണ്ട് ഇവർ കുടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് സഹിക്കാം. ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കാം. എന്നിട്ടും പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് പല തകരാറുകളും സംഭവിക്കുന്നുണ്ട്.
എന്തിനാണ് ഇവർ ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? കുട്ടിയുടെ അവസ്ഥ അറിയാനാണ്. ഇങ്ങനെ അറിഞ്ഞതുകൊണ്ട്, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പോലും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടി പുറത്തേക്ക് വന്നിട്ടേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇവരെടുക്കുന്നത്? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ധാരാളം ചൂഷണങ്ങളും നടക്കുന്നുണ്ട്. ജനങ്ങളെ പരമാവധി ഇവർ പിഴിയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്വകാര്യ ഹോസ്പിറ്റലുകൾ. അതിനെതിരെ നമ്മുടെ ആരോഗ്യരംഗം ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്! ഒരു കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ട് ഇവർ തന്നെ പറയും. പിന്നെ എന്തിനാണ് ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? എന്തിനാണ്? കുട്ടിയുടെ അവസ്ഥ അറിഞ്ഞു. ഉദാഹരണം ഞാൻ പറയുകയാണ്, ഒരു സ്കാനിങ് എടുത്തു. ആ സ്കാനിങ് എടുത്തിട്ട് ഡോക്ടർ പറയുകയാണെന്ത്, ഈ കുട്ടിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. കാരണം എന്താ? ഈ വിഷയം കുട്ടിയുടെ ഉമ്മ അറിയുന്നുണ്ട്. അതായത് ഗർഭിണിയായ സ്ത്രീയാണ്, തൻ്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയമല്ല. കാരണം എന്താ? സ്വാഭാവികമായിട്ടും മാതാവിന് ടെൻഷൻ വരും, മറ്റു പ്രയാസങ്ങളുണ്ടാകും. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ന്യൂസ്, ഈ വിവരം അറിയുന്നതോടുകൂടി സ്ത്രീ ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ഒന്നുകൂടി പാനിക്കാവുകയാണ്, വിഷമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ. അതിന് പുറമെ ഇനി ഞാൻ വേറൊരു വിഷയം പറയാം. ഈ ഹോസ്പിറ്റലുകൾ നടക്കുന്ന പ്രസവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഹോസ്പിറ്റലിനെ വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചൂഷണങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ടാണ്. ഇതിനെതിരെ മാധ്യമങ്ങളും റിപ്പോർട്ട് വല്ലാതെ ചെയ്യൂല. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രസവ സംബന്ധമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറയുകയാണ്, ഒരു സ്ത്രീയെ, ഗർഭിണിയായ ഒരു സ്ത്രീയെ രാത്രി എങ്ങാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി, പ്രസവവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത, ഈ ഗർഭിണികളായ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരത എന്താ നിങ്ങൾക്കറിയോ? വേദന വരുന്ന സ്ത്രീകളെ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഇഞ്ചക്ഷൻ ഇവർ കുത്തിവെക്കും. അതിന് മരണവേദനയാണ് അതിന്, ഈ ഇഞ്ചക്ഷന്. അതെന്തിനാണ് ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത്? വേദന വരാതിരിക്കാൻ വേണ്ടി. കാരണം ഡോക്ടർ ചിലപ്പോൾ രാവിലെ ആയിരിക്കും വരിക. അപ്പോൾ ഡോക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ രാത്രി അഡ്മിറ്റ് ആകുന്ന മുഴുവൻ ഗർഭിണികളായ സ്ത്രീകളെയും ഇവരെന്ത് ചെയ്യും? പരമാവധി ഇഞ്ചക്ഷൻ, എന്തിന്? പ്രസവവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ വേദനയും അതിനോട് പുറമെ തന്നെ ഈ ഇഞ്ചക്ഷൻ കുത്തിവെച്ച വേദനയും രണ്ടും ഈ സ്ത്രീകൾ സഹിക്കണം. ഇനി അതിനും പുറമെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ സ്ത്രീകൾക്ക്, ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇവർ ഒരുപാട് മരുന്നുകൾ കൊടുക്കും. മരുന്നല്ല, അലോപ്പതി തനിച്ച വിഷം, ഈ കൊടിയ വിഷം ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇവർ കൊടുക്കും. മാസാമാസം ഇന്ന കുറവുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കും. ഈ മരുന്ന് ഗർഭിണികളായ സ്ത്രീകൾ പലപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നിനും കഴിയില്ല. കാരണം അത്രക്കും ക്ഷീണമാണ്. അപ്പോൾ അത്രയും ഡോസുള്ള മരുന്നാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം മരുന്നുകൾ മനഃപൂർവ്വം ഈ ഹോസ്പിറ്റലുകാർ കൊടുക്കുകയാണ്. കാരണം എന്താ? ഇങ്ങനെ മരുന്ന് കഴിക്കുമ്പോഴേ കുട്ടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മാരകമായ ഡോസുള്ള ഗുളികകൾ ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇവർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് കുട്ടിക്ക് എന്ത് ചെയ്യുള്ളൂ? പല പ്രശ്നങ്ങളും ഉണ്ടാവുള്ളൂ. ആ ഉണ്ടായ കുട്ടി പിന്നീട് പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് തന്നെ പറയാം, ഈ കുട്ടിക്ക് ഇനി പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്? ഈ ഗർഭിണിയായ കുട്ടി വയറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ ആദ്യം ഡോസുള്ള മരുന്ന് കഴിച്ചാൽ പിന്നെ കുട്ടിക്ക് പ്രശ്നം വരാതിരിക്കുമോ? അപ്പോൾ അതും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മുതലാക്കാൻ പറ്റും. കുട്ടി പ്രസവം കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതിനുള്ള ചികിത്സയും ആ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യത്തെ കുട്ടിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ അവർ പറഞ്ഞ മുഴുവൻ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തു. അങ്ങനെ കുട്ടി പ്രസവം കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഇന്നാലിൻ്റെ തകരാറുണ്ട്, 2-3 തകരാറ് പറഞ്ഞു. എന്നോട് അവർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തത്? അവന് മറുപടിയില്ല. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം, എന്ത് ചെയ്യുക, ഞങ്ങൾ അവിടുന്ന് ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോന്നു. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയപ്പോൾ കുട്ടിക്ക് ഇവർ പറയപ്പെട്ട രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പച്ച കളവാണ് അവർ പറയുന്നത്. അപ്പം ആ വിഷയം അല്ലാതെ തന്നെ ഞാൻ പറയാണ്,
ഇതുപോലെ ഗർഭിണികളായ സ്ത്രീകളെ വെച്ചുകൊണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ധാരാളം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ധാരാളം മരണങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരം മരണങ്ങളൊന്നും പൊതുവെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല. വളരെ റയറായിട്ടുള്ള, വളരെ കുറഞ്ഞ ന്യൂസുകൾ, മാധ്യമങ്ങൾക്ക് വേറെ ന്യൂസുകളൊന്നും ഇല്ലാത്ത സമയത്താണ് ഇതുപോലെയുള്ള വല്ല മരണങ്ങളും ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജുകളിലോ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവർ റിപ്പോർട്ട് ചെയ്യും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഉസ്താദിൻ്റെ ഭാര്യ മരണപ്പെട്ടത് വീട്ടിലായതുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ചയായത്. ഇതേ സ്ഥാനത്ത് ഈ ഉസ്താദിൻ്റെ ഭാര്യയുടെ മരണം ഒരു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നെങ്കിൽ ആരും, ഈ പറയപ്പെട്ട മാധ്യമങ്ങൾ ആരും വരില്ല. ഇനി വന്നാൽ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രാദേശികമായ മാധ്യമങ്ങൾ വഴി ഇത് റിപ്പോർട്ട് ചെയ്യും എന്നല്ലാതെ ഈ പറയപ്പെട്ട മഞ്ഞരമയോ മറ്റ് 24 റിപ്പോർട്ട് ആരും വരില്ല. കാരണം അത് സ്വാഭാവിക മരണമായി. ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് സ്വാഭാവിക മരണം, വീട്ടിൽ വെച്ചാകുമ്പോൾ അസ്വാഭാവികതയാകുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരിക്കലും പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നോ വീട്ടിൽ വെച്ച് പ്രസവിക്കണം എന്നോ അതൊന്നുമല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു, എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഹോസ്പിറ്റലാണ് എല്ലാത്തിൻ്റെയും അന്തിമം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലുകളിലും ധാരാളം തകരാറുകളും മരണങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം പോയി നിന്നാൽ അവിടെ നടക്കുന്ന പ്രസവവുമായി ബന്ധപ്പെട്ട കേസുകളുടെ കണക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീട്ടിൽ വെച്ച് നടക്കുന്നതും ചില പ്രശ്നങ്ങളുണ്ടാവും, കോംപ്ലിക്കേറ്റഡ് ആകാറുണ്ട്. അത് ഹോസ്പിറ്റലിൽ നടക്കുന്നതും കോംപ്ലിക്കേറ്റഡ് ആകാറുണ്ട്. എന്നാൽ വീട്ടിൽ വെച്ച് നടക്കുന്നതും സേഫ് ആകാറുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലും സേഫ് ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും പ്രശ്നങ്ങളും ഉണ്ട്, എന്നാലോ നല്ല നിലക്ക് പ്രസവവും മറ്റു കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടും നടക്കുന്നുണ്ട്. സേഫായിട്ടുള്ള പ്രസവവും നടക്കുന്നുണ്ട്, ചില പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ അത് കോംപ്ലിക്കേറ്റഡ് ആകാറുമുണ്ട്. ഇരിക്കട്ടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചൂഷണങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പിന്നെ വേറൊരു വിഷയം ഞാൻ ഈ വീഡിയോയിൽ കണ്ടു. ഈ ഉസ്താദുമായി എനിക്ക് ആ ഉസ്താദിനെ നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമില്ല. ഞാൻ അത് പറയാണ്. ഈ ഉസ്താദിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. ആ ഉസ്താദിൻ്റെ വീട്ടിലാണെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. അദ്ദേഹത്തിനെ കുറച്ച് ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ. അതിലും വളരെ മോശമായിട്ട് ആ ഉസ്താദിനോട് സംസാരിക്കുന്നുണ്ട്. നീ ഒരു നാറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തൊരു വല്ലാത്തതാണ്. എന്തൊക്കെ തന്നെ ആയാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു, ഓക്കെ. പക്ഷേ ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കണ്ടേ. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് പരസ്യമായിട്ട് ഒരാൾ അദ്ദേഹത്തിന് തെറി വിളിക്കുന്നത്, വീഡിയോ എടുക്കുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഉസ്താദിന് ഒരു പക്ഷേ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഉസ്താദ് തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ ഒരു സാഹചര്യം, എത്ര ആയാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ മരണപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തിനും വിഷമമുണ്ടാകും. കണക്കിലെടുക്കേണ്ടതായിരുന്നു ആ സമയത്ത്. ഒരിക്കലും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുടുംബക്കാരായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് മരണത്തിന് ശേഷം പോയിട്ട് അയാളെ പോയിട്ട് ചീത്ത പറയല്ല വേണ്ടത്. അതിൻ്റെ മുമ്പ് തന്നെ 9 മാസക്കാലം ഉണ്ടല്ലോ. അപ്പോൾ 9 മാസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും, പ്രസവത്തിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും ഈ സ്ത്രീയോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം അദ്ദേഹം, ആ ഉസ്താദ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കുടുംബക്കാരെന്ന് പറയുന്ന ഇപ്പോൾ വന്നിട്ട് മാസ ഡയലോഗ് അടിക്കുന്ന ആളുകൾക്ക് ചെയ്യാമായിരുന്നു. എപ്പോൾ? പ്രസവത്തിന് മുമ്പ്. അത് ചോദിച്ചാൽ മതിയല്ലോ കുട്ടിയോട്. അവർ കുടുംബക്കാരല്ലേ, ഈ സ്ത്രീയോട് ചോദിച്ചാൽ മതിയായിരുന്നു. എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയാൽ ഞങ്ങൾ കേസ് കൊടുക്കും, അത് പ്രശ്നമായാൽ ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ ഇദ്ദേഹത്തിനോട് സംസാരിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിലും ഈ സ്ത്രീയെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേലിൽ കുതിര കയറുന്നതിനോട്, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. ഏതായാലും ആ സ്ത്രീക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.